ഹലോ ഡിയേഴ്സ്, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കോഴിയൊക്കെ കടന്ന ചിക്കൻ കടയാണെന്ന് മനസ്സിലായല്ലേ. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രാവിലെ ഇന്ന് മീനൊന്നും ഇല്ലായിരുന്നു, മീൻ വാങ്ങിച്ചില്ല. അപ്പം ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചിക്കൻ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ചിക്കനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് ഒരുപാട് ആൾക്കാർ കമൻറ്റ് നല്ല നല്ല കമൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കമൻറ്റൊക്കെ ഇട്ട് എല്ലാവർക്കും, വീഡിയോ കണ്ട എല്ലാവർക്കും ഒക്കെ താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വന്ന അനുഭവങ്ങളോ ഒക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലൊക്കെ നല്ല കമൻസൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. പിന്നെ അതേ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് ചിക്കൻ കറിയും മോര് കറിയൊക്കെ വെക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ തൈരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ കുറച്ച് തോരനൊക്കെ വെച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും മതിയല്ലോ. അപ്പം മോര് കറിക്കും ചിക്കനും വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വേണേ. അപ്പോൾ ഞാൻ ആദ്യമേ അത് തന്നെ അങ്ങ് എടുത്ത് വെക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് നേരെ മോര് കറിയും വെച്ചിട്ട് ആണ് ചിക്കൻ കറി വെക്കാൻ തുടങ്ങുന്നത്. ചിക്കന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെച്ചിരിക്കുക. അപ്പം ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ബ്ലഡൊക്കെ പെട്ടെന്ന് നമുക്ക് കഴുകി കളയാൻ പറ്റും. അപ്പോൾ വെള്ളം ഒഴിച്ച് ചിക്കൻ ഇട്ടിട്ട് നേരെ മോര് കറി വെക്കുന്നുണ്ട്. അതിന് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചെടുത്തിട്ട് പിന്നെ ആ പാത്രത്തിൽ തന്നെ ആ മിക്സിയുടെ ജാറ് കഴുകണമെന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ, ഞാൻ അതിൽ തന്നെയാണെങ്കിൽ തൈര് ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം കൂടി, മല്ലിപ്പൊടി എന്ന് പറയാൻ വന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ ഞാൻ ചേർക്കുന്നേ ഇല്ല. ഇതിപ്പോൾ പുളിയുള്ള തൈരാണ് കേട്ടോ. ഞാനിവിടെ പുളിയുള്ള തൈര് ചോദിച്ച് വാങ്ങിക്കുകയുള്ളൂ. എനിക്ക് പുളിയുള്ള തൈരാണ് ഇഷ്ടം. അപ്പോൾ ഈ ഒരു ചെറിയ കലത്തിലാണ് മോരേറി വെക്കുന്നത് കേട്ടോ. അപ്പം ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് ഉലുവയും പൊട്ടിച്ചിട്ട് നമ്മുടെ തൈരും കൂടി ഒഴിച്ചെടുത്ത് അപ്പോഴത്തേക്കിന് ഇതേ മോരേറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പിന്നെ പോയത് ചിക്കനൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും സമയമൊക്കെ വെള്ളത്തിൽ കിടന്നല്ലോ. അപ്പോൾ അതിലേക്ക് ഒരു കുക്കർ കിടപ്പുണ്ടായിരുന്നു കഴുകാൻ വേണ്ടി, രാവിലത്തേൻ്റെ കേട്ടോ. അപ്പോൾ അതും എല്ലാം കഴുകി വെച്ചിട്ട് പിന്നെ ചിക്കനൊക്കെ കഴുകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിലേ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തേക്കണേ. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അയ്യോ, ഉള്ളി അരിഞ്ഞില്ല. ഉള്ളി അരിയട്ടെ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ആദ്യമേ ഉള്ളി എടുത്ത് വെച്ചിട്ട് അരിയാൻ വേണ്ടി മറന്നുപോയി. കാര്യം ഞാൻ ചിക്കൻ കഴുകുന്നതിന് മുന്നേ ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കും കേട്ടോ. ആ ഒരു ഓർമ്മയിലാണ് നേരെ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് പാത്രം വെച്ചത് ഉള്ളി വഴട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാനും ഒക്കെ പോയതുകൊണ്ട് ഞാൻ പിന്നെ ആ ഉള്ളി അരിയുന്ന അരി അങ്ങ് മറന്നുപോയി കേട്ടോ. ഉള്ളി അരിഞ്ഞെന്നുള്ള ഓർമ്മയിലൊക്കെ നേരെ ഗ്യാസൊക്കെ കത്തിച്ച് വെച്ച് അങ്ങനെ പിന്നെ രണ്ടാമത് ഓഫ് ചെയ്തിട്ട് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു കേട്ടോ. ഉള്ളിയൊക്കെ പെട്ടെന്ന് അരിയും. ഇങ്ങനെ കയ്യിൽ വെച്ച് കുനുകുനാന്ന് അരിയത്തില്ല. എനിക്കങ്ങനെ കട്ടിങ് ബോർഡൊന്നും അറിയത്തില്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് സാധാ പോലെ തന്നെ നമ്മുടെ ചിക്കൻ വെക്കുന്ന കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടി പാത്രങ്ങളുള്ളതൊക്കെ അങ്ങ് കഴുകി വെക്കുക. എനിക്കിങ്ങനെ ഒരുമിച്ചിട്ട് കൂട്ടിയൊക്കെ ചെയ്യാൻ ഭയങ്കര പടിയാണ്. പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർത്തിട്ട് ഒതുങ്ങിയിരിക്കണം. അതാണ് എനിക്കിഷ്ടം കേട്ടോ. മിക്കവാറുള്ളവർക്കൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിക്കൻ കറി മോരേറി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണം ഞങ്ങൾക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഓർക്കണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.